അപ്പോൾ ഗൈസ് ഞാനും കണ്ടു പാർട്ട്നേഴ്സ് എന്ന് പറയാൻ ധ്യാൻ ശ്രീനിവാസൻ്റെ സിനിമ. ഹരിയോ ഗൈസ്, ഈ ഒരു പടം കാണണമെങ്കിൽ അത്യാവശ്യത്തിൽ കൂടുതൽ ക്ഷമ വേണം. എന്നാൽ എന്ത് കണ്ടിട്ടായിരിക്കും പ്രൊഡ്യൂസറും ഡയറക്ടറും ഇങ്ങനത്തെ ഒരു പടത്തിന് വേണ്ടിയിട്ട് തല വച്ചത്? ധ്യാൻ ശ്രീനിവാസന് പിന്നെ അറിയാമല്ലോ, എന്ത് പടത്തിൽ കയറി അഭിനയിച്ചാലും 4 കാലേ വീഴത്തുള്ളൂ. പടം പൊളിഞ്ഞാലും പൊളിഞ്ഞില്ലെങ്കിലും കക്ഷിക്ക് യാതൊരു കൂസലുമില്ല, റോൾസ് വന്നുകൊണ്ടേയിരിക്കും. നേരെ 4 കാലിൽ വീഴുന്നൊരു പൂച്ചയാണ് കേടി. ഈ ഒരു സിനിമയ്ക്ക് എന്താ പറയുക, ഏറ്റവും വലിയ കോമഡി ഇതൊരു ഹീസ്റ്റ് സിനിമയാണ്. ഹീസ്റ്റ് സിനിമകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നായകൻ കള്ളനാണല്ലോ, ഈ കള്ളന് ഒരു പ്രത്യേകത ഉണ്ടാവും. തൻ്റെ ആ ഒരു തെഫ്റ്റ് നടത്തുന്നതിന്, മോഷണം നടത്തുന്നതിന് ഒരു ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു രീതി കാണിക്കണം എന്നുള്ളതാണ്. ഓഷൻസ് 11 ആ ഒരു സിനിമ, ആ ഒരു ഇറ്ററേഷൻ വന്ന ആ സിനിമകളും നമ്മുടെ മലയാള സിനിമയിലെ ഹീസ്റ്റ് സിനിമകൾക്കും ആ ഒരു പ്രത്യേകത മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ഈ ഒരു സിനിമയിലെ പ്രത്യേകത, ലോക്കറിലിരിക്കുന്ന സ്വർണം പുറത്തേക്ക് കൊണ്ടുവരണം. ലോക്കറിലിരിക്കുന്നത് ബാങ്കിൽ, ആ ലോക്കറിൻ്റെ ഫ്രണ്ടിൽ ആ സ്വർണം വച്ചവൻ്റെ കുറച്ച് ഗുണ്ടകൾ ഇരിക്കുന്നുണ്ട്. ലോക്കറിൻ്റെ ഉള്ളിൽ, ലോക്കർ വെച്ചിരിക്കുന്ന സെല്ലിൻ്റെ ഉള്ളിൽ 3 ഗുണ്ടകൾ, ബാങ്കിൻ്റെ പുറത്ത് ഗേറ്റിൻ്റെ അവിടെ വേറെ കുറേ ഗുണ്ടകൾ. എങ്ങനെ സ്വർണം കടത്തും? നായകനിതൊന്നും വിഷയമല്ല, കഥാകൃത്ത് സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതി വെച്ച സംഭവം. ലോക്കറിൻ്റെ മേലെ ഒരു ക്രോംപ്ടൺസിൻ്റെ ഒരു മോട്ടർ വെച്ചിട്ട് എന്തോ ഒരു സുന ഇങ്ങനെ സ്വർണത്തിൻ്റെ മേലെ ഇങ്ങനെ തൂറ്റിപ്പിക്കും. ആസ് പെർ സയൻസ് ആസിഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ആസിഡ് തൂറ്റിക്കുമ്പോൾ ആ ഒരു സ്വർണ്ണ കട്ടാക്കി അതിന് ഉരിഞ്ഞ് ലിക്വിഡ് ഫോമിലായി അടിയിലെ ട്രെയിൽ വന്ന് ഇന്നിരിക്കും. ആ ട്രെയിൽ നിന്ന് ഒരു ചെറിയ പൈപ്പ് ഉണ്ടല്ലോ, ചെറിയൊരു നമ്മുടെ നൈലോൺ പോലത്തെ ചെറിയൊരു പൈപ്പ്, ആ പൈപ്പിൽ കൂടെ ആ ദ്രാവകം ഇങ്ങനെ ഒരു 300-500 മീറ്ററിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി ചെല്ലും. അവളെ നമ്മുടെ നായകൻ, നമ്മുടെ കഥാനായകൻ മിസ് ധ്യാൻ ശ്രീനിവാസൻ ആ പൈപ്പിൽ നിന്ന് പ്ലാസ്റ്റിക് കുപ്പികളിലേക്ക് ഈ ഒരു ദ്രാവകം കളക്ട് ചെയ്യും. എന്നിട്ട് നെഞ്ചുകൂടി ചേർത്തിട്ട് ഈ സാധനം ബോംബെയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ സ്വർണ്ണക്കട്ടകളാക്കി മാറ്റി അത് വിറ്റ് കാശാക്കി ചൈനയിലേക്ക് പോകും. നേപ്പാൾ വഴി ചൈനയിലേക്ക് കടക്കും. ആസിഡ് വീഴുന്ന ദ്രാവകം എങ്ങനെയാണ് ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ കൊണ്ടുപോകാൻ കഴിയുക? ദിസ് ഈസ് അഗെയിൻസ്റ്റ് ദി എത്തിക്സ് ഓഫ് സയൻസ്. എന്ത് ധൈര്യത്തിലാണ്? അതും പോരാത്തതിന് കഥ മൊത്തം നടക്കുന്നത് ആസ് പെർ ദി സ്റ്റോറി 1989, 90, 92 ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ്. നോ മൊബൈൽ ഫോൺസ് വാട്ട്സോ എവർ, നോ മൊബൈൽ ഫോൺസ്. സിനിമയിലുടനീളം അതിങ്ങനെ വച്ചിട്ടൊക്കെ ഉണ്ട്. ആൻഡ് കഥ മൊത്തം നടക്കുന്നത് കാസർഗോഡ് ബേഡകം എന്ന് പറയുന്ന ഒരു ഹില്ലി ടോപ്പ് ഏരിയ, ഡ്രൈ ഏരിയ, പ്രകൃതി രമണീയത തീരില്ലാത്ത ഒരു സ്ഥലത്താണ് ഇത് കഥ മൊത്തം നടക്കുന്നത്. ടോട്ടലി അൺബിലീവബിൾ. കോമഡി ഇതുകൊണ്ട് തീരുന്നില്ല. ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒരു സീനുണ്ട്. എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന പേര് വന്നിരിക്കുന്നതിനുള്ള കാരണം? ധ്യാൻ ശ്രീനിവാസന് ഫോണിൽ കൂടെ അപ്പുറത്തേക്ക് വിളിച്ചിട്ട് താങ്ക് യു പാർട്ട്ണർ, മറ്റവർ ഓക്കെ താങ്ക് യു പാർട്ട്ണർ. ഇതാണ് ഏറ്റവും ഈ കഥ മൊത്തം മാറ്റിട്ടല്ലേ സിനിമയ്ക്ക് അഭിനയിക്കാൻ പോകുന്നത്. ഐ മീൻ ടോട്ടലി ഒരുപാട് സീൻസ് ഇങ്ങനെ ഡിസ്കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. അവിടെ ആയിട്ട് കണക്ട് ചെയ്യും, ഇവിടെ ആയിട്ട് കണക്ഷൻ ഇല്ല. ആൻഡ് റൊമാൻസ് എലമെൻറ്റ് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. പ്രത്യേകിച്ച് എന്താ പറയുക, സിനിമയെ കുറച്ച് ഒരു ലിമിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു മിനിമം ലിമിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇത്രയ്ക്ക് ടൈം വരെ വലിപ്പിച്ചെടുക്കണം, എന്നാലേ ഞങ്ങളൊരു സിനിമയായിട്ട് കാണിക്കുള്ളൂ ഒന്നുമില്ല സെൻസറി ബോർഡിൽ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ടാണ് റൊമാൻറ്റിക് എലമെൻ്റായിട്ട് 2 നടിമാരെ കൊണ്ട് കയറ്റി വെച്ചിട്ടുണ്ട്. 2 പാട്ടുകളൊക്കെ ഉണ്ട്, അത്യാവശ്യമൊക്കെ കേൾക്കാൻ കൊള്ളാം, അത്രയ്ക്ക് തന്നെ. പക്ഷേ നായകന് എന്തോ ഇതിൽ ധ്യാൻ ശ്രീനിവാസൻ കക്ഷി എന്താ പറയുക, പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും ഇടാതെയാണ് വന്നിരിക്കുന്നത്. എന്താ പറയുക, വീട്ടിൽ നിന്ന് കയറി ഉറക്കത്തിന് അങ്ങനെ എണീറ്റ് അങ്ങനെ വണ്ടി കയറി നല്ല സെറ്റിലേക്ക് ചെന്ന് കമാൺ ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്തിട്ട് ഇറങ്ങിപ്പോയ നല്ല ഒരു സിനിമ. ഷേവിങ് അങ്ങനെ പരിപാടിയൊന്നുമില്ല, മുടി സെറ്റ് ചെയ്യുക, അതിന് ഒരു ഇതുമില്ല. ഇട്ട ഡ്രസ്സിൽ തന്നിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യുക, തിരിച്ചുകൊണ്ട് പോകുക. സിമ്പിൾ.
പിന്നെ ഇതിൽ കഥ ഇന്ന നട്ഷൽ ഹീസ്റ്റ് പടം എന്താ പറയുക, ഒരു 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 കള്ളൻ അവന് ഇല്ലാത്ത ഒരു ബാങ്ക് ഒരു നാട്ടിൽ പോയി ഉണ്ടാക്കണം. എന്നിട്ട് ഇല്ലാത്ത ഒരു ഇൻ്റർവ്യൂവിൽ പോയിട്ട് കുറച്ച് പേരെ ബാങ്ക് ഉദ്യോഗസ്ഥരായിട്ട് നിയമിക്കണം. അങ്ങനെ ആ നിയമിച്ച ഉദ്യോഗസ്ഥർ വിചാരിക്കുകയാണ് അതൊക്കെ നല്ല ബാങ്കാണ്, ഞങ്ങൾക്ക് ജോലി കിട്ടി. അപ്പോൾ അതിൽ സംശയം തോന്നുന്നത് ധ്യാൻ ശ്രീനിവാസൻ അഭിനയിക്കുന്ന ക്യാരക്ടറിനാണ്. എന്തോ ഒരു അക്ഷയ്ക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ വരികയാണ്, എന്തോ ഒന്ന് ശരിയല്ല, മിസ്റ്റേക്കാണ്. അങ്ങനെയൊക്കെ അക്ഷയ് ഇങ്ങനെ തപ്പിപ്പടിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോഴേക്കും ആൾ വഴുകുന്നു. ആൾക്ക് മനസ്സിലായി ഇതൊരു വലിയ ഹിസ്റ്ററി പരിപാടി. ഓൾറെഡി നാട്ടുകാരുടെ നിന്ന് കുറച്ച് ഡെപ്പോസിറ്റൊക്കെ ഓൾറെഡി വാങ്ങിച്ചു കഴിഞ്ഞു. സോ ഫണ്ട് ആളുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. സോ ഇനി ഓടിയിട്ട് കാര്യമില്ല, നമ്മുടെ മെയിൻ തലമണ്ട് ഉപയോഗിക്കുന്ന ആ മെയിൻ ബ്രെയിൻ കൈ കക്ഷി പറഞ്ഞ രീതിക്ക് അനുസരിച്ചേ പറ്റൂ. പിന്നീട് നടക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങൾ ബട്ട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഈ ഒരു കഥ ഇവരെങ്ങനെയാണ് അവസാനിപ്പിക്കാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് വാസ് വേണ്ടായിരുന്നു തോന്നുന്നു, കാണുന്നുണ്ടായിരുന്നു. ബട്ട് എനിവേ, നിങ്ങൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ഈ ഒരു പടം എന്തുകൊണ്ടാണ് അത്രയും മോശമായിട്ട് പറയുന്നത്. ബട്ട് ഐ ഷുഡ് സേ വൺ മോർ തിങ്, ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കരമായിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടിരുന്ന ഹൈപ്പ് കൂട്ടുന്നുണ്ട്. എന്താ പറയുക, ഈ അടുത്തിടെ കണ്ടതിൽ വെച്ച ഏറ്റവും ബെസ്റ്റ് ഹീസ്റ്റ് സിനിമ എന്ന് പറഞ്ഞിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ട്രോൾ എന്തോ ഒരു പേജ് ഉണ്ട്, അവനിങ്ങനെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. ഹോണസ്റ്റ് റിവ്യൂ എന്ന രീതിയിൽ ഐ കാൺ സപ്പോർട്ട് ദിസ്. ക്രിയേറ്റിവിറ്റിയാണ്, സിനിമയാണ്, ഒരുപാട് പേരുടെ കഷ്ടപ്പാടൊക്കെ ഉണ്ട് എന്ന് കരുതി നാട്ടുകാരെ പറ്റിച്ചിട്ടായിരിക്കരുത്. ഐ മീൻ, ഇഫ് ഇറ്റ്സ് ബാഡ് ഇറ്റ് ഹാസ് ടു ബി സെഡ് ആസ് ബാഡ്. ഞാൻ പറഞ്ഞതാണ്, ആരും പറഞ്ഞതല്ല. ഞാൻ ഫേമസ് ആവുകയാണെങ്കിൽ ഈ ഒരു കൊട്ടേഷൻ ഇട്ടോളാം. സോ സിനിമ മോശമാണോ എന്ന് ചോദിച്ചാൽ മോശമാണ്, എന്നാൽ മോശമല്ല. കാരണം ഇതിൻ്റെ കഥ പറഞ്ഞിരിക്കുന്ന രീതിയോടാണ് എനിക്ക് തീരെ നീതി പുലർത്തിയിട്ടില്ല. ഐ മീൻ, ഒരു ഇരുമ്പല്ല, ഇതൊരു ഹീസ്റ്റ് സിനിമ എന്ന് ഒട്ടും തോന്നത്തില്ല. ലൈക്ക് പെട്ടെന്ന് ഒരു ചുറ്റുപാടിൽ നായകൻ പെട്ടെന്ന് അങ്ങനെ ഐ മീൻ ആ സീനിൽ ആ ഒരു സ്വർണം കടത്തുന്ന ആ ഒരു സീൻ, അവൻ ഉരുക്കുന്ന ഒരു സീൻ, ജസ്റ്റ് ഇമാജിൻ ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ ദി 90s. ഒരു മോട്ടർ ആ ലോക്കറിൻ്റെ മേലെ വച്ചിരുന്നെങ്കിൽ അത് ഓൺ ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോൺ ബി ഹെക്ടിക് ലൗഡ്. ഒന്ന് ഓർക്കണം, ആ സെല്ലിൻ്റെ ഉള്ളിൽ ആ ലോക്കർ മാത്രമേ ഉള്ളൂ. സോ ഒരു ചെറിയ ടേബിൾ ഫാൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്തിലെ ചെറിയ ചൈനീസ് ഫാൻ ഓണാക്കിയാൽ പോലും ഇറ്റ് ഷുഡ് ബി സോ ലൗഡ്. ആ സ്വന്തം കാലത്ത് അവൻ ആ മോട്ടർ ഓണാക്കിയിട്ട് ഉള്ളിലിരിക്കുന്ന ഗുണ്ടകളും കേട്ടില്ല, പുറത്തിരിക്കുന്നവരും കേട്ടില്ല എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് അൺബിലീവബിൾ. ആൻഡ് മോറോവർ ആ സ്വർണം ഉരുക്കിയത് ആസിഡ് വെച്ചിട്ട്, അത് അവൻ കൊണ്ടുപോയതും പ്ലാസ്റ്റിക് കുപ്പിയിൽ വെച്ചിട്ട്, ഇതൊക്കെ നോട്ട് ചെയ്യേണ്ടതല്ലേ അമ്മേനെ? മൈൻ വൈ സ്ക്രിപ്റ്റ് റൈറ്റർ ഇതൊക്കെ നോട്ട് ചെയ്യേണ്ടതായിരുന്നു. സോ ബാഡ്. സോ ഓവറോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും ഉള്ളിൽ, എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഈ പടത്തെക്കുറിച്ച്. സോ നിങ്ങൾക്ക് കാണാനൊരു ഇത് തോന്നും, പോയി കാണാം. ഇതിനേക്കാൾ വലുതൊന്നും വരാനൊന്നുമില്ല, കണ്ടു ഇറങ്ങിയ. പിന്നെ ആസ് യൂഷ്വൽ പറയാലോ, അടുത്ത റിവ്യൂവിൽ കാണാം. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. കമൻറ്റ് ബോക്സ് തല്ലി പൊളിക്കുക.